ഐഡൻറ്റിറ്റി എന്താ പറയുക ന്യൂ ഇയർ ആയിട്ടുള്ള ഫസ്റ്റ് മൂവി ഒരു പക്ക സ്റ്റൈലിഷ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അതായിരുന്നു ഐഡൻറ്റിറ്റി. എടുത്തു പറയേണ്ടത് അതിനകത്ത് ജെയ്ക്സ് ബിജിയുടെ മ്യൂസിക്, BGM, സൗണ്ട് മിക്സിങ് അടിപൊളിയായിരുന്നു. ഒരു സീൻ എലവേറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കുറച്ച് ഓവറായിട്ട് ഈ പറഞ്ഞ പോലെ കൺഫ്യൂസ് ചെയ്യാൻ നോക്കിയ പോലെ തോന്നി പ്രേക്ഷകർ തന്നെ. ബട്ട് ക്ലൈമാക്സ് വാസ് ഗുഡ്. ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സിൽ ഒരു എയർ സീക്വൻസ് ഒക്കെ അത്യാവശ്യം നല്ലതുണ്ടായിരുന്നു. മലയാള സിനിമയിൽ പൊതുവെ കണ്ടുവരാത്ത അങ്ങനത്തെ സീക്വൻസ് അത്യാവശ്യം സ്റ്റൈലിഷായിട്ട് എന്താ പറയുക ക്വാളിറ്റി വൈസ് എന്താ പറയുക CG ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും കൺവിൻസിങ് രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് ഗുഡ്. പിന്നെ തൃശ്ശയുടെ ക്യാരക്ടർ തൃശ്ശ ചെയ്യേണ്ടിയിരുന്നുണ്ടോ എന്നുള്ളൊരു ലൈക്ക് തൃശ്ശ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ എന്തെങ്കിലും ഉണ്ടാകും, ആ ഒരു ഇത് കിട്ടിയില്ല. ബാക്കി ഓവറോൾ നോക്കുവാണെങ്കിൽ ഐഡൻറ്റിറ്റി ഈസ് എ ഗുഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. ക്യൂരിയോസിറ്റി ഉണ്ട്, ബിൽഡ് ചെയ്യുന്നുണ്ട്. ടോവിനോസാണ് ഗുഡ് ജോബ്. സിനിമാറ്റോഗ്രഫി നൈസാണ്. സോ മൊത്തത്തിൽ തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയൊരു പൈസ വസ്തു മൂവിയാണ്. മാർക്കോ തിയേറ്ററിൽ മൊത്തത്തിൽ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ അതിന് ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമായിരിക്കും ഐഡൻറ്റിറ്റി. രണ്ട് ജോണറാണ് ബ്രോ. മാർക്കോ കംപ്ലീറ്റ്ലി ഒരു വയലൻ്റ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് മൂവിയാണ്. ഇതിനകത്ത് ആക്ഷൻ ഉണ്ടെങ്കിലും കൂടുതൽ ഇത് ഇൻവെസ്റ്റിഗേഷൻ, ഒരാളുടെ ഐഡൻറ്റിറ്റി, ആ ഒരു ഈ നമ്മൾ ഈ ത്രില്ലർ മൂവീസ് കാണുമ്പോൾ ആ ഒരു കിക്ക് കിട്ടുന്നില്ല, അത് ഇതിനകത്തുണ്ട്. മാർക്കോ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. സോ ഇതും കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. ഇതും തിയേറ്ററിൽ ആൾക്കാർ കാണും. ത്രില്ലർ മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും വർക്ക് ആവുന്ന മൂവിയാണ്. സോ രണ്ടും ഓടത്തെ. മാർക്കോ പിന്നെ ഓൾറെഡി 2 വീക്സ് 3 വീക്സ് ആയല്ലോ. സോ ഇറ്റ് ഹാഡ് എ ഗുഡ് റൺ. സോ രണ്ടും ഒരുമിച്ച് ഓടട്ടെ. ഹാപ്പി. നമ്മുടെ ഫോറൻസിക് എടുത്ത മേക്കേഴ്സിന്റെ പടമാണ്. ഒബിയസ്ലി കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് അല്ലെങ്കിൽ ഫോറൻസിക്കിൽ ക്ലൈമാക്സിലാണ് ഒരു നമ്മൾ ട്വിസ്റ്റ് അറിയണം, ഓ ഇവനാണ് വില്ലൻ, അങ്ങനെ ഒരു സസ്പെൻസ് ഓറിയൻ്റായിരുന്നു. ഇത് സസ്പെൻസൊക്കെ നമുക്ക് കുറച്ച് ഇൻ്റർവൽ ആകുമ്പോഴേക്കും നമുക്ക് അവരുടെ മനസ്സിലായി തുടങ്ങും. പക്ഷേ പിന്നീടുള്ള ആ ഒരു അങ്ങോട്ട് അയാളേക്കുള്ള എത്തിപ്പെടൽ, ആ ഒരു മേക്കിംഗ്, ആ ഒരു ഇത് അതുകൊണ്ടാണ്. സോ ഡിഫറെൻറ്റ് മൂവിയാണ് ഫോറൻസിക് നോക്കുമ്പോൾ. സസ്പെൻസ് ഓറിയൻറ്റഡ് അല്ല, എന്നാൽ ചെറിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ട്. പക്ഷേ കുറച്ചുകൂടി മേക്കിങ്ങിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് എടുത്തുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള മേക്കിംഗ്, ഈ പറഞ്ഞ പോലെ ആക്ഷൻ സീക്വൻസ്, ക്ലൈമാക്സിൽ 20 മിനിറ്റ്സുള്ള എയർ സീക്വൻസ് ഒക്കെ മലയാള സിനിമയിൽ പൊതുവെ കണ്ടുവരാത്ത മൂവിയാണ്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമ്മളെ കൺവിൻസിങ് ആയ രീതിയിൽ എടുത്ത് വെച്ചതുകൊണ്ട് ഇറ്റ് വാസ് ഗുഡ്. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്, സ്റ്റൈലിഷായിട്ട്. എനിക്ക് അവിടെ ഡൗൺ തോന്നി തൃശ്ശയുടെ ലൈക്ക് ഒരു തൃശ്ശ വരുമ്പോൾ നമ്മൾ എന്തിനും പ്രതീക്ഷയാണ്, അത് എനിക്ക് കിട്ടിയില്ല. ബാക്കി പൈസ ആവശ്യം. വളരെ നല്ല മൂവിയാണ്. എന്താ ത്രില്ലിങ്, അതായത് അഖിൽ പോളിൻ്റെ ഫോറൻസിക്കിന് ശേഷം ഒരു ത്രില്ലിങ് മൂവി. അതായത് ത്രില്ല് നമ്മളെ ഫസ്റ്റ് ഹാഫ് തൊട്ട് മനുഷ്യനെ പിടിച്ചിരുത്തിയിട്ടുള്ള ഒരു പടം. ടോവി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തൃശ്ശയുടെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് തൃശ്ശ. പിന്നെ എടുത്തു പറയാൻ വില്ലൻ അടിപൊളിയായിട്ട്, ആ ക്യാരക്ടറായാലും ഫൈറ്റായാലും ഒക്കെ ആ ലാസ്റ്റത്തെ ഒരു ഫൈറ്റൊക്കെ ഉണ്ട്, അടിപൊളി ഫൈറ്റും കാര്യങ്ങളുമാണ്. പടം നല്ല ഒരു വിഷ്വലി അടിപൊളിയാണ്. നല്ല സിനിമ, വേറൊന്നും പറയാനില്ല. നല്ല സിനിമയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ പടത്തിൽ? എല്ലാം നന്നായിട്ടുണ്ട്, എല്ലാ ആക്ടേഴ്സും നന്നായിട്ടുണ്ട്. ARM-ന് ശേഷം നമുക്ക് അടുത്തൊരു സൂപ്പർ ഹിറ്റ് പ്രതീക്ഷിക്കാമോ? എൻ്റെ അഭിപ്രായത്തിൽ ഹിറ്റാവും. എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളൊക്കെ കണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ പടം? നല്ല ക്ലൈമാക്സ്, അടിപൊളിയാണ്. പിന്നെ ടോവിനോയുടെ ARM-ന് ശേഷം നമുക്ക് അടുത്തൊരു സൂപ്പർ ഹിറ്റ് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഫാമിലി ആയിട്ട് വന്നിട്ട് എല്ലാവർക്കും കൂടി എൻജോയ് ചെയ്യാൻ പറ്റും. എൻജോയ് ചെയ്തു. നല്ല മൂവി. എങ്ങനെ മക്കളെ പിള്ളേരെ എങ്ങനെയുണ്ട്? പടം എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? ഇഷ്ടപ്പെട്ടോ? Did you like the film? Yes. How was it? Yeah. How was the film? How was the movie? Good. Ma'am, എങ്ങനെ ഉണ്ടായിരുന്നു പടം? It was nice. Yeah. Jovino, how was Jovino? Yeah, super performance. Yeah. Okay. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടം. ചേട്ടനൊക്കെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഓക്കെ ചോദിച്ചു. അതെ 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 ആദ്യത്തെ പടം തണിമത്തിന് ശേഷം വീണ്ടും തിയേറ്ററിൽ ഇറങ്ങിയ ഒരു പടമാണ്. സോ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെ ഓഡിയൻസുമായിട്ട് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. പിന്നെ ബാക്കിയെല്ലാം നിങ്ങളാണ് പറയേണ്ടത്. എല്ലാവരും തിയേറ്ററിൽ പോയി ഐഡൻറ്റിറ്റി കാണാം. താങ്ക് യു. നന്നായിരുന്നു, അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്. മേക്കിംഗ് വൈസ് എല്ലാം ടോവിനോ സൂപ്പറാണ്. ടോവിയും വിനയായിട്ടുള്ള സീൻസ് എല്ലാം സൂപ്പറാണ്. തൃശ്ശമാമ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും അവരുടെ പോർഷൻ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും.
സോറി ആഫ്റ്റർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈവൻ അഖിൽ പോളിൻ്റെ മൂവീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് ഇപ്പം എല്ലാ കാര്യങ്ങളും നല്ല മൈന്യൂട്ടായിട്ട് തന്നെ അവർ കവർ ചെയ്യാറുണ്ട്, ഓരോ ഡീറ്റെയിൽസും സയൻറ്റിഫിക് രീതിയിലും എല്ലാം. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് പേഴ്സണലി അതിന് മേലെയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പടം. ഫാമിലിക്കെല്ലാം വരാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മൂവിയാണെന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ്. എനിക്ക് ഉറപ്പുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്നൊരു മൂവിയാണ്. ഫൈറ്റ്സ് ഉണ്ട്, അതേപോലെ മേക്കിംഗ് വൈസും എല്ലാം അടിപൊളി തന്നെയാണ്. ഒരു ഇംഗ്ലീഷ് പടം കാണുന്ന ലെവലൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയത്. താങ്ക് യു. ബ്രോ ഞാൻ എന്താ പറയുക, ഞാൻ ഈ സിനിമയുടെ ചെറിയൊരു ഭാഗം വരുന്നുള്ളൂ. ഓഡിയൻസ് കണ്ടിട്ട് പറയട്ടെ. നല്ല സിനിമയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുപാട് സന്തോഷം തോന്നി. അതായത് ഇംഗ്ലീഷ് സിനിമകളിൽ കണ്ടുവരുന്ന ക്വാളിറ്റി ഉണ്ട്. ഒരിക്കലും നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല, നമ്മളെപ്പോഴും ഭയങ്കര എൻഗേജ്ഡ് ആയിരിക്കും. എന്താണ് ശരിക്കും ഓരോന്നിങ്ങനെ ചുരുളഴിഞ്ഞ് വരുവാണല്ലോ, നമ്മളിങ്ങനെ നോക്കിയിരിക്കും. ഓക്കെ, സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നല്ല ത്രില്ലറാണ്, ഇൻ്റലിജൻറ്റ് മൂവിയാണ്, ട്വിസ്റ്റ് കുറേയുണ്ട്, മാർക്കോട്ട് ലെവലിലേക്ക് വരുന്നുണ്ട്, വയലൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാം കൊണ്ട് നല്ലൊരു എൻ്റർടൈനർ, മെസ്സേജ് ഉണ്ട്, ഭയങ്കര ഹിറ്റായിരിക്കും. ടോവിനോയുടെ കരിയറിലെ ഒരു വലിയൊരു ഫിലിമായിരിക്കും. എഡിറ്റിംഗ് നല്ലതാണ്, സ്ക്രീൻ പ്ലേ, മേക്കിംഗ് എല്ലാം നല്ലതാണ്. ടോവിനോ സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്.